ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു എന്ന് തുറന്നു പറഞ്ഞ് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് കെ മുരളീധരൻ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചെന്നും 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനാണെന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധം CPIM ആവർത്തിച്ചുന്നയിക്കുന്നതിനിടെയാണ് കെ മുരളീധരന്റെ ഈ പ്രതികരണം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തിയ മുസ്ലിം വർഗീയചേരി പരാമർശം ജമാഅത്തെ ഇസ്ലാമി ബന്ധമുദ്ദേശിച്ചാണെന്ന് CPIM വാദിക്കുന്നതിനിടെയാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും 2019 മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണ കോൺഗ്രസിനാണെന്നും കെ മുരളീധരൻ. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPIMന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ്സാണ് എന്നുള്ള യാഥാർത്ഥ്യം. UDFുമായി ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും സഹകരണമുണ്ടെന്നാണ് CPIM ആവർത്തിച്ചുന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ഉന്നയിച്ച് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണ് CPM പ്രചാരണമെന്ന് തിരിച്ചടിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനെ പ്രതിരോധിച്ചത്. ഇതിനിടെയാണ് നേതൃത്വത്തെ വീട്ടിലാക്കി ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 24 തിരുവനന്തപുരം.